ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ലോ ഒന്നായ ഗോസസ് ലോയാണ്. പ്രാക്ടിക്കലായിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്താൻ നമ്മൾ പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് ഗോസസ് ലോയാണ്. മാത്രവുമല്ല, നമ്മുടെ പരീക്ഷയ്ക്ക് വളരെ പ്രാധാന്യത്തോടു കൂടി ചോദ്യങ്ങൾ ചോദിക്കാറുള്ളൊരു ഭാഗമാണ് ഗോസസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ പ്രൂഫ്, ഗോസസ് ലോയുടെ ആപ്ലിക്കേഷൻ എന്നീ ഭാഗങ്ങൾ. സമയം കളയാതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചിത്രത്തിൽ കാണുന്നതാണ് കാൾ ഫ്രെഡറിച്ച് ഗോസ്. അദ്ദേഹമാണ് ഈ ലോ നമുക്ക് പ്രപ്പോസ് ചെയ്ത് തന്നത്. നമുക്ക് ഗോസസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് നോക്കാം. ഗോസസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫേസ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ദ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി സർഫേസ്. ഓക്കെ, ഒരിക്കൽ കൂടെ വായിക്കുകയാണ്. ഗോസസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫേസ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ദ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി സർഫേസ്. ഇവിടെ പറയുന്നത് അത്രയേ ഉള്ളൂ. ഒരു സർഫസ് ഉണ്ട്. ആ സർഫസിൻ്റെ പ്രത്യേകത അതൊരു ക്ലോസ്ഡ് സർഫസ് ആണ് എന്നുള്ളതാണ്. ആ സർഫസിലൂടെയുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് അത് എന്തിന് ഈക്വലായിരിക്കും? അത് 1/ε0 ടൈംസ് ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി സർഫസ്. അതായത് 1/ε0 ടൈംസ് ആ സർഫസിനുള്ളിൽ, ആ സർഫസ് എൻക്ലോസ് ചെയ്തിരിക്കുന്ന സർഫസിനുള്ളിലുള്ള ടോട്ടൽ ചാർജിന് ഈക്വലായിരിക്കും. അത്രയുമാണ് ഗോസ് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്നുള്ളത് വീഡിയോ ക്ലാസ് 7 പാർട്ട് 2 നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്ന് മനസ്സിലാക്കാതെ ഗോസസ് ലോ പഠിക്കുന്നതിൽ അർത്ഥമില്ലാത്തതുകൊണ്ട് അതാദ്യം പഠിക്കണം. ഓൾറെഡി ഗോസസ് ഫ്ലക്സ് അറിയാമെങ്കിൽ കുഴപ്പമില്ല. ഇലക്ട്രിക് ഫ്ലക്സ് അറിയാത്തവർ നമ്മുടെ ഇലക്ട്രിക് ഫ്ലക്സിനെ വിശദീകരിക്കുന്ന ക്ലാസ്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതും കൂടെ ഒന്ന് കാണുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ പറയുന്നുള്ളൂ. ഒരു ക്ലോസ്ഡ് സർഫസിലൂടെയുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ആ സർഫസിനുള്ളിൽ എൻക്ലോസ് ചെയ്തിരിക്കുന്ന ടോട്ടൽ ചാർജിൻ്റെ 1/ε0 ടൈംസ് ആയിരിക്കും എന്നാണ് ഗോസ് പറയുന്നത്. നമ്മളതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ എഴുതാൻ ശ്രമിച്ചാൽ നമുക്കിങ്ങനെ എഴുതാം. ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ φ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ഇത് നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ളൊരു ഇക്വേഷനാണ് അല്ലേ? ഇത് ഫ്ലക്സിൻ്റെ ഇക്വേഷനാണ്. ഈ ഫ്ലക്സിൻ്റെ ഇക്വേഷൻ സർഫസിനുള്ളിലുള്ള ടോട്ടൽ ഇലക്ട്രിക് ചാർജിൻ്റെ 1/ε0 ടൈംസ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. φ ഈസ് ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് ബൈ ε0. ശരിയാണല്ലോ? ഇതെങ്ങനെയാണ് എഴുതിയതെന്ന് ചോദിച്ചാൽ, ഗോസ് ലോ അനുസരിച്ച് 1/ε0 ടൈംസ് ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ്. ശരിയല്ലേ? ഇവിടെ ക്യൂ എന്ന് പറയുന്നത് കേവലം ഒരു ചാർജ് എന്ന അർത്ഥത്തിലല്ല, ചാർജ് എൻക്ലോസ്ഡ്. എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കിയത് സർഫസിനുള്ളിലുള്ളത് എന്നാണ് അർത്ഥമാക്കിയത്. ഉള്ളിലെന്ന് നമുക്ക് പറയാം കൃത്യമായി, കാരണം നമ്മുടെ സർഫസ് ഒരു ക്ലോസ്ഡ് സർഫസ് ആയതുകൊണ്ട്. അപ്പോൾ ഏറ്റവും ഹ്രസ്വ രൂപത്തിൽ ഗോസസ് ലോയെ നമുക്ക് ഇങ്ങനെ എഴുതാം. φ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ε0. ഗോസസ് ലോയുടെ ഒരു ഇക്വേഷൻ മനസ്സിൽ സൂക്ഷിക്കാനായിട്ട് നമുക്ക് φ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ε0 എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇങ്ങനെ കൂടെ ഓർക്കുക, ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ε0. ഒരേ കാര്യം തന്നെയാണ്, രണ്ട് രൂപത്തിൽ എഴുതിയെന്ന് മാത്രം. ഏതാണ് പ്രയോജനകരമായി മാറുന്നത് നമുക്കറിയില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഗോസസ് ലോയുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു, രണ്ട് രൂപത്തിൽ എഴുതാവുന്ന ഇക്വേഷനും പഠിച്ചു. ഇനി നമുക്ക് വേണ്ടത് ഗോസസ് ലോയുടെ ഒരു പ്രൂഫാണ്. ഗോസ് ലോ വളരെ ഫണ്ടമെൻ്റലാണ്. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായി നിങ്ങൾക്ക് ഡിറൈവ് ചെയ്ത് സ്വയം ബോധ്യപ്പെടാവുന്ന ഒന്നാണ് ഗോസസ് ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗോസസ് ലോയുടെ പ്രൂഫിലേക്ക് നമ്മൾ പോവുകയാണ്. ആദ്യം നമുക്ക് വേണ്ടത് ഒരു ക്ലോസ്ഡ് സർഫസ് ആണല്ലോ. ഒരു ക്ലോസ്ഡ് സർഫസിലൂടെയുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സിനെ പറ്റിയാണ് ഗോസ് പറഞ്ഞത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു സ്പെറിക്കൽ ക്ലോസ്ഡ് സർഫസ് പരിഗണിക്കുകയാണ്. ഓക്കെ, ഇത് സ്പെറിക്കലാണെന്ന് വിചാരിക്കാം. കൃത്യമാക്കാമോ എന്ന് നോക്കട്ടെ, ഒരു മിനിറ്റ്. ഓക്കെ, ഇപ്പോൾ കാണുന്നത് നിങ്ങളൊരു സ്പെറിക്കൽ ഗോസിയൻ സർഫസാണ്. ഈ സർഫസിൻ്റെ സെൻറ്ററിൽ
ഒരു പോയിൻ്റ് ചാർജ് വെച്ചിട്ടുണ്ട് ക്യൂ. ചിത്രത്തിൽ കാണുന്ന പോലെ ക്യൂ ഒരു പോസിറ്റീവ് ചാർജാണ്. ഇനി ഈ ക്ലോസ്ഡ് സർഫസിൻ്റെ ഒരു ചെറിയ പോർഷൻ പരിഗണിക്കുകയാണ്. സ്മോൾ പോർഷൻ ഓഫ് ദി ഗോസിയൻ സർഫസ് അല്ലെങ്കിൽ ഈ ക്ലോസ്ഡ് സർഫസ്. അത് നിങ്ങൾക്ക് ചിത്രത്തിൽ കണ്ടാൽ മനസ്സിലാവും. ഇത് 3D ഇമേജാണ്. നമ്മൾ സർക്കിൾ അല്ല വരച്ചത്, സ്പിയർ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ ഒരു സോളിഡ് ആംഗിളാണ് എന്നും ഇവിടെ നിങ്ങൾ ഈ കാണുന്നത് സോളിഡ് ആംഗിളിൻ്റെ ഇൻ്റർസെപ്റ്റിംഗ് സർഫസ് ഏരിയ ആണെന്നൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇനി ഈ കാണുന്ന ഇൻ്റർസെപ്റ്റിംഗ് സർഫസിൻ്റെ നോർമൽ ഡയറക്ഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. DS എന്ന ഈ ചെറിയ സർഫസിൻ്റെ നോർമൽ ഏരിയ വെക്റ്റർ അങ്ങനെ പറയാവുന്നത്, അല്ലെങ്കിൽ ഇൻ്റർസെപ്റ്റിംഗ് സർഫസിൻ്റെ നോർമൽ വരച്ചാൽ അതിൻ്റെ ഡയറക്ഷനാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതുവരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ കാണുന്ന ഈ പോയിൻ്റ് ചാർജിൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള ഈ പോയിൻ്റ് ചാർജിൽ നിന്ന് ഉറപ്പായിട്ടും ഫീൽഡ് ലൈനുകൾ പുറത്തേക്ക് വരും. അത് നമുക്കറിയാമല്ലേ. ഈ സ്പിയറിന് റേഡിയലി ഔട്ട്വേർഡായിട്ട് എല്ലാ ദിശയിലേക്കും ഇവിടെയുള്ള പോയിൻ്റ് ചാർജിൻ്റെ ഫീൽഡ് ലൈൻസ് പോകുന്നുണ്ടാവും. എന്നാൽ ആ ഫീൽഡ് ലൈൻ സഞ്ചരിക്കുന്നതും നമ്മുടെ DS-ൻ്റെ ഡയറക്ഷനിലാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പരിഗണിച്ച ഈ ചെറിയ ഇൻ്റർസെപ്റ്റിംഗ് സർഫസിലൂടെയുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് ഡയറക്ഷൻ തന്നെ ആയിരിക്കും, DS-ൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ DS-നും Eക്കും ഇടയിൽ വേറെ ആംഗിൾ ഒന്നുമില്ല, ആംഗിൾ 0 ആണ് നമുക്ക് മനസ്സിലാക്കാം. DS-ഉം Eയും ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നത്. അത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും സംശയം നിലനിൽക്കുകയാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. ക്ലിയർ. ഇനി നമ്മൾ ഈ സ്പെറിക്കലായ ക്ലോസ്ഡ് സർഫസിലൂടെയുള്ള ഫ്ലക്സിൻ്റെ ഇക്വേഷൻ എഴുതുക. ഫ്ലക്സ് ചെറിയ സർഫസാണ് നമ്മളിവിടെ ആദ്യം പരിഗണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ചെറിയ സർഫസിലൂടെയുള്ള ഫ്ലക്സ് എന്ന് പറയുമ്പോൾ അത് ചെറിയ ഫ്ലക്സ് ആയിരിക്കും. സോ ഇക്വേഷൻ വുഡ് ബി d∅ ഈസ് ഈക്വൽ ടു E ഡോട്ട് DS. ശരിയല്ലേ? E ഡോട്ട് DS. ഈ ചെറിയ ഫ്ലക്സ് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ഈ ടോട്ടൽ സ്പെറിക്കൽ സർഫസിലൂടെയുമുള്ള ടോട്ടൽ ഫ്ലക്സ് കാണണം. അതിനുള്ള ടെക്നിക്കും നമുക്കറിയാം. ടോട്ടൽ ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ d∅. ശരിയല്ലേ? ചെറിയ സർഫസ് ഏരിയയിലൂടെയുള്ള ഈ കാണുന്ന ചെറിയ സർഫസ് ഏരിയയിലൂടെ ഉള്ള ചെറിയ ഫ്ലക്സായ d∅ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ സർഫസിലൂടെയുള്ള ടോട്ടൽ ഫ്ലക്സ് കിട്ടും എന്ന് നമുക്കറിയാം. ഇനി മാത്തമാറ്റിക്സ് മാത്രമേ ഉള്ളൂ. ഇൻറ്റഗ്രൽ d∅യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. E ഡോട്ട് DS. ഓക്കെ, E ഡോട്ട് DS-നെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇൻറ്റഗ്രൽ E DS കോസ് തീറ്റ. ശരിയാണല്ലോ? അവിടെ തീറ്റ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇലക്ട്രിക് ഫീൽഡിനും DS എന്ന ചെറിയ ഏരിയ എലമെൻറ്റിൻ്റെ ഏരിയൽ വെക്ടറിനും അല്ലെങ്കിൽ നോർമലിനും ഇടയിലുള്ള ആംഗിളാണ്. ഇവിടെ രണ്ടും ഒരേ ദിശയിലായതുകൊണ്ട് അവർക്കിടയിലുള്ള ആംഗിൾ എത്രയായി മാറുന്നു? 0 ആയിട്ട് മാറുന്നു. അപ്പോൾ നമുക്കറിയാം, സിൻസ് തീറ്റ ഈസ് ഈക്വൽ ടു 0, കോസ് 0 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ ഈ കാണുന്ന ടേം 1 ആയിട്ട് മാറി. സോ നമ്മൾ ബാക്കി ഡിറൈവ് ചെയ്യുമ്പോൾ ടോട്ടൽ ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ E ഇൻറ്റു DS എന്നാണ് കിട്ടുക. ഇനി ശ്രദ്ധിക്കുക, E എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ പോയിൻ്റ് ചാർജ് കാരണം ഈ സർഫസ് പോയിൻറ്റിൽ അല്ലെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ടോട്ടൽ സർഫസിലെ ഓരോ പോയിൻറ്റിലുമുള്ള ഇലക്ട്രിക് ഫീൽഡാണ്. പക്ഷേ നിങ്ങൾക്കറിയാം, നമ്മുടെ സ്പെറിക്കൽ സർഫസിൻ്റെ റേഡിയസ് 6 ആണെങ്കിൽ നമ്മൾ പരിഗണിച്ചിരിക്കുന്ന ഈ സർഫസ് എന്ന് പറയുന്നത്, സ്ഫിയറിൻ്റെ സർഫസ് എന്ന് പറയുന്നത് പോയിൻ്റ് ചാർജിൽ നിന്നും തുല്യ അകലത്തിലാണ്. ശരിയല്ലേ? അതുകൊണ്ട് തന്നെ സർഫസിൽ മൊത്തമായി അനുഭവപ്പെടാൻ പോകുന്ന ഇലക്ട്രിക് ഫീൽഡ്, പ്രത്യേകം പറയുന്നു, ഈ കാണുന്ന സെൻറ്ററിലുള്ള പോയിൻ്റ് ചാർജ് കാരണം സർഫസിൽ മൊത്തമായും അനുഭവപ്പെടാൻ പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഓരോ പോയിൻറ്റിലും കോൺസ്റ്റൻ്റ് ആണ്. ഐഡിയ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇക്വേഷനിൽ നിന്നും
ഇലക്ട്രിക് ഫീൽഡിനെ ഇൻ്റഗ്രേഷൻ്റെ പുറത്തേക്ക് മാറ്റാം. സോ ഫൈ ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഇൻ്റഗ്രൽ ടി എസ് എന്ന ഇക്വേഷൻ നമുക്ക് മാറ്റി എഴുതാം. ഇനി നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഫൈ ഈസ് ഈക്വൽ ടു 1/4 പൈ എപ്സിലോൺ 0 ക്യൂ ബൈ ആർ സ്ക്വയർ ഇൻ്റഗ്രൽ ഡി എസ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിനെ പുറത്തേക്ക് മാറ്റിയത് എന്നുള്ളത് കുറച്ചുകൂടെ വ്യക്തമാണ്. കാരണം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനിൽ ഡിനോമിനേറ്ററിൽ ആർ സ്ക്വയർ ഉണ്ട്. ആർ സ്ക്വയർ അല്ലെങ്കിൽ ആർ എന്ന് ഉദ്ദേശിച്ചത് സർഫസും പോയിൻ്റ് ചാർജും തമ്മിലുള്ള ദൂരമാണ്. നമ്മുടെ സ്ഫെറിക്കൽ സർഫസിലെ എല്ലാ പോയിൻറ്റുകളും ഈ കാണുന്ന പോയിൻ്റ് ചാർജിൽ നിന്നും തുല്യ അകലെയാണ്, ഈക്വൽ ഡിസ്റ്റൻസിലാണ്. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് എല്ലാ പോയിൻറ്റിലും കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നുള്ള കൺസെപ്റ്റിലാണ് ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ പുറത്തേക്ക് മാറ്റിയത്. ഇനി ഇൻ്റഗ്രൽ ഡി എസ് ഉണ്ട്. ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാകും, ഡി എസ് എന്ന് പറയുന്നത് ഒരു ചെറിയ ഭാഗമാണ്, സ്ഫിയറിൻ്റെ ഒരു ചെറിയ ഏരിയൽ എലമെൻ്റാണ്. അപ്പോൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒടുവിൽ കിട്ടാൻ പോകുന്നത് ഈ കാണുന്ന സ്പെറിക്കൽ സർഫസിൻ്റെ ടോട്ടൽ ഏരിയ തന്നെയാണ്. അപ്പോൾ ടോട്ടൽ ഏരിയ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഫൈ ഈസ് ഈക്വൽ ടു 1/4 പൈ എപ്സിലോൺ 0 ക്യൂ ബൈ ആർ സ്ക്വയർ ഇൻറ്റു 4 പൈ ആർ സ്ക്വയർ. 4 പൈ ആർ സ്ക്വയർ എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, കാരണം നമ്മുടെ സർഫസ് ഇവിടെ ഒരു സ്പെറിക്കൽ സർഫസാണ്. ഇനി ഇക്വേഷനിലേക്ക് നോക്കിയാൽ മനസ്സിലാവും, 4 പൈകൾ ക്യാൻസൽ ചെയ്യാം, ആർ സ്ക്വയറുകൾ ക്യാൻസൽ ചെയ്യാം. ശേഷിക്കുന്ന ഭാഗങ്ങളെ ചേർത്ത് എഴുതിയാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഫൈ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0 എന്നാണ്. ഇത് തന്നെയാണ് കാൾ ഫ്രെഡറിക് ഗോസ് എന്ന മഹാനായ ശാസ്ത്രജ്ഞൻ നമുക്ക് തന്ന ഗോസസ് ലോ എന്ന ഇക്വേഷൻ. ക്ലിയർ? അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ ഡെറൈവ് ചെയ്ത് ബോധ്യപ്പെടാവുന്ന ഒരു കോൺസെപ്റ്റാണ് ഗോസസ് ലോയ്ക്കുള്ളത്. ഗോസസ് ലോയുടെ പ്രൂഫ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഇനിയും നിലനിൽക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയാൽ തീർച്ചയായിട്ടും അതിന് റിപ്ലൈ തരാം. ഓക്കെ, ഇനി ഗോസസ് ലോയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില കോൺസെപ്റ്റുകൾ നമ്മൾ അറിയേണ്ടതുണ്ട്. അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഗോസസ് ലോ, പ്രധാനപ്പെട്ട ചില ഫീച്ചറുകൾ. ഗോസസ് ലോ ഈസ് ട്രൂ ഫോർ എനി സർഫസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി സൈസ് ആൻഡ് ഷേപ്പ്. അതായത് ഗോസസ് ലോയിൽ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കാണുവാൻ നമുക്കൊരു ക്ലോസ്ഡ് സർഫസ് വേണമായിരുന്നു. ആ ക്ലോസ്ഡ് സർഫസിൻ്റെ സൈസോ ഷേപ്പോ വിഷയമല്ല എന്നാണ് ഗോസസ് ലോ പറയുന്നത്. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഗോസസ് ലോ പ്രൂവ് ചെയ്യാൻ ഉപയോഗിച്ച ഈ ഫിഗർ തന്നെ എടുക്കുക. അല്പം കൂടെ വലിയ ഒരു സ്പിയർ പരിഗണിച്ചിട്ട് നമ്മൾ ഈ ഇക്വേഷൻ വർക്കൗട്ട് ചെയ്തിരുന്നെങ്കിലും ലാസ്റ്റ് സ്റ്റെപ്പിൽ സംഭവിക്കാൻ പോകുന്നത് ആർ സ്ക്വയർ ക്യാൻസൽ ആകുകയാണ്. അപ്പോൾ സ്ഫിയറിൻ്റെ റേഡിയസ് ഇവിടെ ഒരു വിഷയമല്ല. സോ ഇനി സൈസ് നമുക്കെടുക്കാം. മറ്റൊന്ന്, ഇനി സ്ഫിയർ തന്നെ വേണ്ട, ഒരു ഇറഗുലർ ഷേപ്പിലുള്ള ഒരു 3D ക്ലോസ്ഡ് സർഫസ്. ഞാൻ വരച്ചപ്പോൾ ഇത് സ്ക്രീനിൽ 2D ആയിട്ടാണ്, പക്ഷേ മനസ്സിൽ ഓർക്കുക ഇത് 3D ആണെന്ന് വിചാരിക്കുക. ഒരു ഷേപ്പില്ലാത്ത ഉരുളക്കിഴങ്ങ് പോലെ മനസ്സിൽ കണ്ടാൽ മതി. പ്രത്യേകിച്ച് ഒരു ഷേപ്പില്ലാതെ ഇറഗുലർ ആയിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങിൻ്റെ സെൻറ്ററിലാണ് ഇങ്ങനെ ഒരു പോയിൻ്റ് ചാർജ് ഇരിക്കുന്നതെങ്കിൽ, ഉരുളക്കിഴങ്ങിനൊരു സർഫസ് ഉണ്ടല്ലോ, നമുക്ക് അങ്ങനെ ആ സർഫസിനെ ഗോസിയൻ സർഫസായിട്ട് അല്ലെങ്കിൽ ക്ലോസ്ഡ് സർഫസായിട്ട് പരിഗണിച്ചുകൊണ്ടും നമുക്ക് ഇതേ ഡെറിവേഷൻ വർക്കൗട്ട് ചെയ്യാം. അപ്പോഴും കിട്ടാൻ പോകുന്ന റിസൾട്ട് ഫൈ ഇസിക്കൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0 തന്നെയാണ്. പക്ഷേ അവിടെ നേരിടുന്ന ഒരു ബുദ്ധിമുട്ട് ഇതാണ്, ഇൻ്റഗ്രൽ ഡി എസ് എന്ന ഭാഗം വരുമ്പോൾ നേരത്തെ പറഞ്ഞ ആ ഷേപ്പില്ലാത്ത ഉരുളക്കിഴങ്ങിൻ്റെ സർഫസ് ഏരിയ, അതിൻ്റെ ഇക്വേഷൻ നമുക്ക് അറിയേണ്ടി വരും. അറിയില്ലെങ്കിൽ നമ്മൾ ആ ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ച് അളക്കേണ്ടി വരും. അത് കുറച്ച് പ്രായോഗികമായ ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ടാണ് നമുക്ക് ഓൾറെഡി ടോട്ടൽ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ അറിയാവുന്ന ഷേപ്പുകൾ എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ സ്ഫിയർ അല്ലെങ്കിൽ സിലിണ്ടർ അല്ലെങ്കിൽ ക്യൂബ് പോലെയുള്ള 3 ഡയമെൻഷണൽ സ്ട്രക്ചറുകൾ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ സർഫസ് ഏരിയ പരിഗണിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് ഇൻ്റഗ്രൽ ഡി എസ് എന്നുള്ള ടേമിന് ഒരു ഇക്വേഷൻ വെച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ ഇതാണ്. ദ ചാർജ് ക്യൂ ഇൻക്ലൂഡ്സ് ദ സം ഓഫ് ഓൾ ചാർജസ് എൻക്ലോസ്ഡ് ബൈ ദി സർഫസ്. അതായത് ഗോസ് ലോ എഴുതുമ്പോൾ നമ്മൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഘടകമുണ്ട്, ഫൈ ഈസ് ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ 0 എന്നാണ് ശരിക്കും പറയേണ്ടത്. അഥവാ ഗോസ് ലോയുടെ ഈ ക്യൂ എന്ന് പറയുന്നത്
നമ്മുടെ ക്ലോസ്ഡ് സർഫസിനുള്ളിലുള്ള നെറ്റ് ചാർജാണ്. അവിടെ എത്ര എണ്ണം ചാർജുകളുണ്ട് എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. പക്ഷേ ആ ചാർജുകളുടെ നെറ്റ് ടോട്ടൽ ആൾജിബ്രായിക് സമ്മ് എത്രയാണോ ആ വാല്യൂ ആണ് നമ്മളിവിടെ ക്യൂവിൻ്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. ക്ലിയർ ആയെന്ന് വിചാരിക്കും. മൂന്നാമത്തെ പോയിൻ്റ് ഇതാണ്. ദ സർഫസ് ദാറ്റ് വി ചൂസ് ഫോർ ദി ആപ്ലിക്കേഷൻ ഓഫ് ഗോസസ് ലോ ഈസ് കോൾഡ് ഗോസിയൻ സർഫേസ്. ഫ്ലക്സ് കണ്ടെത്താനായി നമ്മളിവിടെ പരിഗണിക്കുന്ന ആ ക്ലോസ്ഡ് സർഫസിൻ്റെ പേരാണിത്. എന്ത്? ഗോസിയൻ സർഫേസ്. ഗോസിയൻ സർഫസിൻ്റെ പ്രത്യേകതകളാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ ആദ്യം പറഞ്ഞത്. ഗോസിയൻ സർഫസിൻ്റെ സൈസോ ഷേപ്പോ പ്രശ്നമല്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഗോസിയൻ സർഫസ് ഒരു ക്ലോസ്ഡ് സർഫസ് ആയിരിക്കണം. ഒരു ഓപ്പൺ സർഫസിനെ ഗോസിയൻ സർഫസായിട്ട് പരിഗണിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഗോസ് ലോ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല. എല്ലാ ക്ലോസ്ഡ് സർഫസുകളും ഗോസിയൻ സർഫസുകളായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ ലെവലിലുള്ള ഒന്ന് രണ്ട് സാമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറയാൻ കഴിയില്ല, ചില സിറ്റുവേഷൻസ് പറയാം. ഇവിടെ ഒരു സ്ഫെറിക്കൽ ഗോസിയൻ സർഫസ് ഉണ്ട്. അതിനുള്ളിൽ ചാർജുണ്ട് Q1, 2 ചാർജുകളുണ്ടെന്ന് വിചാരിക്കുക, Q2. ഇനി അതിൻ്റെ പുറത്തായിട്ട് മറ്റൊരു ചാർജും ഉണ്ട്, Q3. അപ്പോൾ നമ്മുടെ മുമ്പിലെ ചോദ്യം ഇതാണ്. നമ്മൾ ഗോസസ് ലോ എഴുതുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഫൈ ഈസ് ഈക്വൽ ടു Q/ε0 എന്ന് ഇവിടെ എഴുതുമ്പോൾ ക്യൂവിൻ്റെ സ്ഥാനത്ത് നമ്മൾ പരിഗണിക്കേണ്ടത് ഈ കാണുന്നതിൽ ഏതൊക്കെ ചാർജുകളെയാണ്, അല്ലെങ്കിൽ ആരെയാണ്? ഒന്ന് മനസ്സിലാലോചിക്കുക. നമ്മുടെ കോൺസെപ്റ്റ് അനുസരിച്ച് ഗോസസ് ലോയിലെ Q എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ക്ലോസ്ഡ് സർഫസിനുള്ളിലെ നെറ്റ് ചാർജാണ്. അതുകൊണ്ട് നമ്മൾ Q1നെയും Q2വിനെയും പരിഗണിക്കണം. എന്നാൽ Q3യെ പരിഗണിക്കേണ്ടതില്ല. കാരണം Q3 ഈ സർഫസിന് പുറത്താണ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ആ കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുറത്തുള്ള ചാർജുകൾ നമ്മുടെ വിഷയമല്ല. ദെൻ നമുക്ക് Q1നും Q2വിനും ഓരോ വാല്യൂ കൊടുക്കാം. +2 കൂളമ്പ്, -2 കൂളമ്പ്. ഇതാണ് സാഹചര്യം. ക്ലോസ്ഡ് സർഫസ് ഉണ്ട്, ഉള്ളിൽ എൻക്ലോസ് ചെയ്യപ്പെട്ട് 2 ചാർജുകളുണ്ട്. ഒന്ന് +2 കൂളമ്പ്, മറ്റേത് -2 കൂളമ്പ്. ഗോസസ് ലോ എഴുതുകയാണ്, ശ്രദ്ധിച്ചോളുക. Q എൻക്ലോസ്ഡ് ഈസ് ഈക്വൽ ടു, ഇവിടെ 2 ചാർജുകളാണല്ലോ ഉള്ളത്, ഈ രണ്ടിൻ്റെയും കൂടെ സം എടുക്കണം. സം എടുക്കുന്നു, +2 കൂളമ്പ് +-2 കൂളമ്പ് ഈസ് ഈക്വൽ ടു 0. ശരിയല്ലേ? അതായത് ഈവൻ ദോ നമ്മുടെ ഗോസിയൻ സർഫസിനുള്ളിൽ 2 ചാർജുകൾ ഉണ്ടെങ്കിൽ പോലും അവയുടെ നെറ്റ് ചാർജ് എത്രയായി മാറി? 0 ആയി മാറി. അങ്ങനെ മാറിയാൽ ഫ്ലക്സിൻ്റെ വാല്യൂ എത്രയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹെൻസ് ഫൈ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഇതിൻ്റെ പ്രാക്ടിക്കൽ സൈഡിലുള്ളൊരു മീനിങ് ഇതാണ്. ഒരു ക്ലോസ്ഡ് സർഫസിലൂടെയുള്ള ഫ്ലക്സ് 0 ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ക്ലോസ്ഡ് സർഫസിനുള്ളിൽ ചാർജുകളൊന്നും തന്നെ ഇല്ല എന്നല്ല. ക്ലോസ്ഡ് സർഫസിനുള്ളിലെ ടോട്ടൽ ചാർജ്, ആൾജിബ്രായിക് സം ഓഫ് ചാർജ് 0 ആണെന്ന് മാത്രമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചിലപ്പോൾ ഈ ഇക്വേഷൻ നോക്കിയിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഫൈ 0 ആണെങ്കിൽ അതിൻ്റെ ഒരു പോസിബിലിറ്റിയേ ഉള്ളൂ, Q 0 ആയാൽ മതി, അപ്പം ക്ലോസ്ഡ് സർഫസിനുള്ളിൽ ചാർജുകളൊന്നും ഇല്ല. അങ്ങനെ വിചാരിക്കരുത്. ക്ലോസ്ഡ് സർഫസിൽ ചാർജുകളില്ലെങ്കിലും ഫ്ലക്സ് 0 ആവും കിട്ടും. ഈ കാണുന്ന ചാർജുകളൊന്നും ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഫ്ലക്സ് 0 തന്നെയാണ്. പക്ഷേ ഇവിടെ നെറ്റ് ചാർജ് 0 ആയതുകൊണ്ടാണ് ഫ്ലക്സ് 0 ആയത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ഐഡിയയും ക്ലിയർ ആയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി മറ്റൊരു എക്സാമ്പിളും കൂടെ നോക്കാം. നമുക്ക് നമ്മുടെ ചാർജുകൾക്ക് വാല്യൂ കൊടുക്കാം. ദിസ് ഇസ് +3 കൂളമ്പ്, ദിസ് ഇസ് -2 കൂളമ്പ് എന്ന് വിചാരിക്കാം. ഇവിടെ Q എൻക്ലോസ്ഡ് എങ്ങനെ കാണാം? +3 കൂളമ്പ് +-2 കൂളമ്പ് ഈസ് ഈക്വൽ ടു എത്രയാണ് കിട്ടുക? +1 കൂളമ്പ്. അപ്പോൾ ഓർക്കുക, ക്ലോസ്ഡ് സർഫസിനുള്ളിൽ ഒരു +3 കൂളമ്പ് ചാർജും ഒരു -2 കൂളമ്പ് ചാർജുമാണ് ഉള്ളതെങ്കിലും ഗോസസ് ലോ എഴുതുമ്പോൾ Q എൻക്ലോസ്ഡിൻ്റെ സ്ഥാനത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് +1 കൂളമ്പാണ്. കാരണം നെറ്റ് ചാർജ് എന്ന് പറയുന്നത് +1 കൂളമ്പാണ്. അത് ഐഡിയ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതൊരു സാഹചര്യത്തിലും ഇനി
ചാർജ് എവിടെ ക്യൂ എത്രയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എന്നൊരു സംശയം വരില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ക്ലിയർ? ഓക്കെ. ഒരു ആശയം കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിതാണ് മുൻപ് പറഞ്ഞതിൻ്റെ തന്നെ ഒരു ബാക്കി ഭാഗമാണ്. ഈ കാണുന്ന ക്ലോസ്ഡ് സർഫസിൻ്റെ പുറത്ത് ഒരു Q3 ചാർജ് ഉണ്ടെങ്കിൽ അത് ഗോസസ് ലോയുടെ ഇക്വേഷൻ എഴുതുമ്പോഴോ പരിഗണിക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. ക്യൂ എൻക്ലോസ്ഡ് അല്ല, ക്ലോസ്ഡ് സർഫസിനുള്ളിലല്ല. എന്തുകൊണ്ട് പരിഗണിക്കേണ്ടതല്ല എന്നൊരു ചോദ്യമുണ്ടല്ലോ. എന്തുകൊണ്ടാണത് പരിഗണിക്കാത്തത്? അല്ലെങ്കിൽ Q3 എന്ന ഈ ഔട്ട്സൈഡ് ചാർജ് എന്തുകൊണ്ട് ഈ ക്ലോസ്ഡ് സർഫസിനുള്ളിലുള്ള ഫ്ലക്സിനെ സ്വാധീനിക്കുന്നില്ല? അതുകൊണ്ടാണല്ലോ ഗോസ് ലോയിൽ വരാത്തത്. അതിൻ്റെ മറുപടിയാണ് പറയുന്നത്, ശ്രദ്ധിച്ചുകൊള്ളുക. Q3 ചിത്രത്തിൽ കാണുന്ന ഒരു പോസിറ്റീവ് ചാർജാണ്. സ്വാഭാവികമായിട്ടും Q3യിൽ നിന്ന് പുറത്തേക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോകുന്നുണ്ടാവും. ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ, ശരി സോളിഡായിട്ട് തന്നെ വരയ്ക്കാം. ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഗോസിയൻ സർഫസിലേക്ക് വരുന്നുണ്ട്. അവിടെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ ഭാഗങ്ങളിൽ Q3യുടെ ഫീൽഡ് ലൈനുകൾ സർഫസിനെ ക്രോസ് ചെയ്ത് ഉള്ളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും അവിടെ എന്തെഴുതാം? ഒരു ഫ്ലക്സ് എഴുതാം. ക്ലിയർ? പക്ഷേ ഈ ഭാഗങ്ങളിലൂടെ വന്ന അത്രയും ഫീൽഡ് ലൈൻസ് പുറത്തേക്കും പോകുന്നുണ്ട്. അപ്പോൾ അവിടെ എഴുതുമ്പോൾ ആ ഫ്ലക്സ് മൈനസായി. കാരണം പുറത്തേക്ക് വന്നത് പോസിറ്റീവായിട്ട് എടുത്താൽ പുറത്തേക്ക് പോകുന്നത് മൈനസ് ആക്കണം. ഇനി തിരിച്ച് ഉള്ളിലേക്ക് വരുന്നത് മൈനസ് ആണെങ്കിൽ പുറത്തേക്ക് പോകുന്നത് പ്ലസ്സായി പരിഗണിക്കണം. ക്ലിയർ? ഫ്ലക്സ് പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ളത് പറയാനല്ല ഞാനിത് പറയുന്നത്. ഇതിനുള്ളിൽ ഒരു നെറ്റ് ഫീൽഡ് ലൈൻ ഇല്ല എന്നാണ് പറഞ്ഞത്. ഉള്ളിലേക്ക് വന്ന അത്രയും തന്നെയും ഫീൽഡ് ലൈൻസ് പുറത്തേക്കും പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ സർഫസിനുള്ളിലെ നെറ്റ് ഫീൽഡ് ലൈൻസ് അഥവാ നെറ്റ് ഫ്ലക്സ് ബിക്കോസ് ഓഫ് Q3 കാരണമുള്ള നെറ്റ് ഫ്ലക്സ് 0 ആയി. അതുകൊണ്ടാണ് Q3 ക്ലോസ്ഡ് സർഫസിൻ്റെ ടോട്ടൽ ഫ്ലക്സിൽ യാതൊരു സ്വാധീനവും ചെലുത്തുന്നില്ല എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ കൺസെപ്റ്റും കൂടെ ക്ലിയറായെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഏറെക്കുറെ ഗോസസ് ലോയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായി സംസാരിച്ചു കഴിഞ്ഞു. എന്തെങ്കിലും സംശയം ബാക്കി നിൽക്കുന്നെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. തീർച്ചയായും അതിനൊരു മറുപടി നൽകും. കൂടുതൽ ടോപ്പിക്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.